ഹഖീഖിയായ മുത്ത് ഹബീബ് മാത്രമാണ്. എന്നാൽ ആ ഹദീസിന്റെ ബാക്കി യൗമൽ ഖിയാമ എന്നാണ്. ഞാൻ ആദമിന്റെ മക്കളുടെ നേതാവാണ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അവിടെ മുഹദ്ദിസുമാർ പറയുന്നു, അവിടെ അന്ത്യനാളിൽ എന്ന് കൊടുക്കാൻ കാരണം സയ്യിദുഹും ഫിദ്ദുന്യ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിന്റെയും സയ്യിദായിരിക്കെ അന്ത്യനാളിൽ സയ്യിദാണ് പറയാൻ കാരണം ദുനിയാവിൽ കുറെ നേതാക്കന്മാരും ലാഹിരിയായ കുറെ നേതാക്കന്മാരുണ്ട്, മുഖ്യമന്ത്രിമാരായിട്ടും പ്രധാനമന്ത്രിമാരായിട്ടും പല വാലികളുമുണ്ട്. എന്നാൽ ആഖിറത്തിൽ ഒരേ ഒരു നേതാവ്, എല്ലാവരും നഫ്സി നഫ്സി, എൻ്റെ ശരീരം എൻ്റെ ശരീരം എന്ന് വാവിട്ട് കരഞ്ഞു നടക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം ഉമ്മത്തി ഉമ്മത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെപ്പറ്റി ഒരു വേദാറുമില്ലാതെ ഒരു പേടിയുമില്ലാതെ നമുക്ക് വേണ്ടി കരഞ്ഞു നടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി ദുനിയാവിലെയും ആഖിറത്തിലെയും നമ്മുടെ നേതാവാണ്. റസൂലുള്ളാഹി തങ്ങൾ ജീവിതകാലത്ത് മാത്രമല്ല നേതാവ്, എന്നും നേതാവാണ്. ആ നേതാവിനോട് നമുക്ക് ഏത് സമയത്തും ഏത് പ്രതിസന്ധി വേളകളിലും നമുക്ക് അഭയം തേടാം. അതെല്ലാം ഇസ്തിശ്ഫായിന്റെയും ഇസ്തിഗാസയുടെയും ഗണത്തിലാണ് പെടുക. അല്ലാഹു തആല മുത്ത് ഹബീബിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളെയും അതിന് ബന്ധപ്പെട്ട എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ.